Welcome to this video. Today the subject of discussion is resistors. What is a resistor? This is the symbol of resistor. Okay. A resistor is a two-terminal device which provides a resistance to flow of current in the circuit. റെസിസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് ടെർമിനലുള്ള ഒരു ഡിവൈസ് ആണ്. ഇത് ആണ് റെസിസ്റ്ററിന്റെ സിമ്പല്. ഇത് അതിന്റെ ഒന്നാമത്തെ ടെർമിനൽ, ഇത് രണ്ടാമത്തെ ടെർമിനൽ. അങ്ങനെ രണ്ട് ടെർമിനലുള്ള ഒരു ഡിവൈസ് ആണ് റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയ്ക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്നു, ഒരു പ്രതിരോധം കൊടുക്കുന്നു. അപ്പോൾ സർക്യൂട്ടിൽ കൂടെ ഉള്ള കറണ്ട് ഫ്ലോയ്ക്ക് ഒരു പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഡിവൈസ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, റെസിസ്റ്റർ ഈസ് എ ടു ടെർമിനൽ ഡിവൈസ് വിച്ച് ഓഫേഴ്സ് എ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയ്ക്ക് പ്രതിരോധം തീർക്കുന്ന രണ്ട് ടെർമിനലുള്ള ഒരു ഡിവൈസ് ആണ് റെസിസ്റ്റർ. ഇപ്പോൾ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു രണ്ട് ടെർമിനലുള്ള ഒരു ഡിവൈസ് ആണ്. അത് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിനൊരു പ്രതിരോധം കൊടുക്കുന്ന ഡിവൈസ് ആണ് റെസിസ്റ്റർ. സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയ്ക്ക് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൊടുക്കുന്ന ഡിവൈസ് ആണ് റെസിസ്റ്റർ. ഓക്കെ. അപ്പോൾ ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിനൊരു പ്രതിരോധം തീർക്കുന്ന ഡിവൈസ് ആണ് റെസിസ്റ്റർ. ഇറ്റ് ഈസ് എ ടു ടെർമിനൽ ഡിവൈസ് വിച്ച് ഓഫേഴ്സ് a resistance to the flow of current in the circuit. ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഡിവൈസ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. All resistors have power ratings. All kind of resistors have power rating. അപ്പോൾ എല്ലാവിധ റെസിസ്റ്റേഴ്സിനും പവർ റേറ്റിംഗ് ഉണ്ട്. നമ്മൾ കടയിൽ പോയി റെസിസ്റ്റർ മേടിക്കാൻ വേണ്ടി പറയുമ്പോൾ അതിന്റെ പവർ റേറ്റിംഗ് കൂടെ പറയണം. ഓക്കെ. ഓൾ റെസിസ്റ്റേഴ്സ് ഹാവ് പവർ റേറ്റിംഗ്സ്. എല്ലാ റെസിസ്റ്ററിനും പവർ റേറ്റിംഗ്സ് ഉണ്ട്. എന്താണ് ഈ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദിസ് പവർ റേറ്റിംഗ്? പവർ റേറ്റിംഗ് മീൻസ് ഇറ്റ് ഈസ് എ മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ഡിസിപ്പേറ്റഡ് വിത്തൗട്ട് ഡാമേജിങ് ദ കമ്പോണന്റ്. അപ്പോൾ ഈ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പോണന്റിനെ ഡാമേജ് ചെയ്യാതെ ഡിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം പവറിനെ വിളിക്കുന്ന പേരാണ് പവർ റേറ്റിംഗ്. ഓക്കെ. അപ്പോൾ കമ്പോണന്റിനെ ഡാമേജ് വരുത്താതെ പുറത്തേക്ക് വിടാവുന്ന മാക്സിമം പവറിനെ വിളിക്കുന്ന പേരാണ് പവർ റേറ്റിംഗ്. പവർ റേറ്റിംഗ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് പവർ ദാറ്റ് ക്യാൻ ബി ഡിസിപ്പേറ്റഡ് വിത്തൗട്ട് ഡാമേജിങ് ദ കമ്പോണന്റ്. അപ്പോൾ ആ കമ്പോണന്റിന് യാതൊരുവിധ കേടും വരുത്താതെ, ഡാമേജും വരുത്താതെ വെളിയിലേക്ക് മാക്സിമം ഡിസിപ്പേറ്റ് ചെയ്യാവുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് പവർ റേറ്റിംഗ്. പവർ റേറ്റിംഗ് മീൻസ് മാക്സിമം എമൗണ്ട് ഓഫ് പവർ ദാറ്റ് ക്യാൻ ബി ഡിസിപ്പേറ്റഡ് വിത്തൗട്ട് ഡാമേജിങ് ദ കമ്പോണന്റ്. ആ റെസിസ്റ്ററിന് യാതൊരുവിധ ഡാമേജും, അതായത് യാതൊരുവിധ കേടുപാടും വരുത്താതെ മാക്സിമം പ്രസരിപ്പിക്കാവുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് പവർ റേറ്റിംഗ്. നമ്മളൊരു കടയിൽ പോയി റെസിസ്റ്റർ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ റെസിസ്റ്ററിന്റെ വാല്യൂ പറയണം, അതിന്റെ പവർ റേറ്റിംഗും പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ റെസിസ്റ്റർ മേടിക്കാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് പവർ ദാറ്റ് ക്യാൻ ബി ഡിസിപ്പേറ്റഡ് വിത്തൗട്ട് ഡാമേജിങ് ദ കമ്പോണന്റ്. ഓക്കെ. ഇനി നോക്ക്, ഒരു 1 വാട്ട് റെസിസ്റ്റൻസ്. 1 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റേറ്റിംഗ് ആണ്. ഓക്കെ. 1 വാട്ട് റെസിസ്റ്റൻസ് വിത്ത് 100 ഓം റെസിസ്റ്റൻസ് ക്യാൻ പാസ് മാക്സിമം കറണ്ട് ഓഫ് 100 മില്ലി ആംപിയർ. ഇവിടെ ഒരു വാട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അതിനു മുമ്പ് ഞാൻ കാര്യം പറയാൻ വിട്ടുപോയി. ദിസ് ഈസ് ദ സിംബൽ ഓഫ് റെസിസ്റ്റർ. ഇതാണ് റെസിസ്റ്ററിന്റെ സിംബൽ. റെസിസ്റ്ററിന്റെ സിംബൽ വരയ്ക്കാൻ
നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. റെസിസ്റ്ററിന്റെ സിമ്പിൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇറ്റ് ഈസ് എ ടു ടെർമിനൽ ഡിവൈസ്. ഇറ്റ് ഈസ് എ ടു ടെർമിനൽ ഡിവൈസ്. അതേപോലെ വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് റെസിസ്റ്ററിന്റെ സിമ്പിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും വരയ്ക്കാം. അപൂർവമായിട്ട് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് റെസിസ്റ്ററിന്റെ സിമ്പിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് അടിയിൽ ആർന്ന് കൊടുക്കുക, അപ്പോൾ റെസിസ്റ്റർ ആയി. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു 1 വാട്ട് റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, 1 വാട്ട് റെസിസ്റ്റർ ഉണ്ട്. അതിന്റെ റെസിസ്റ്റൻസ് 100 ഓം. അങ്ങനെയാണെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന മാക്സിമം കറണ്ട് എത്ര? ഓക്കെ, we have a 1 watt resistor with 100 ohm resistance. Then what is the amount of current that can pass through the resistor? Okay, ഇപ്പോൾ ഇവിടെ ഒരു 1 watt റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ആ റെസിസ്റ്റൻസിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വാട്ട്. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 ഓം. നമുക്കിവിടെ അതിന്റെ ഒരു റെസിസ്റ്റർ ഉണ്ട്. അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 ഓം, 100 ഓം. അപ്പോൾ R എന്ന് പറഞ്ഞാൽ 100 ഓം. റെസിസ്റ്റൻസ് 100 ഓം ആണ്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ 100 ഓം. അതിന്റെ പവർ റേറ്റിംഗ്, ഓക്കെ, പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1 വാട്ട്. ഇപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ 1 വാട്ട്. അങ്ങനെയാണെങ്കിൽ ആ റെസിസ്റ്റർ വഴി കടന്നു പോകാൻ കഴിയുന്ന കറണ്ടിന്റെ മാക്സിമം വാല്യൂ എത്ര? നമ്മള് 10th പഠിച്ചിട്ടുണ്ട് പവറിന്റെ ഫോർമുല P = I²R. P = I²R. ഇവിടെ പവർ എത്രയാണ്? 1 വാട്ട്. R എത്രയാണ്? 100. Here the value of P = 1 watt. Here the value of P is 1 watt. The value of resistor is 100. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P = I²R. നമുക്ക് പവറിന്റെ വാല്യൂ അറിയാം 1 വാട്ട്. നമ്മൾ ഇവിടെ എഴുതി E = I² R എത്രയാണ്? 100. ഓക്കെ, അപ്പോൾ I² എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 100നെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ I² = 1 watt divided by 100. അപ്പോൾ P എന്ന് പറഞ്ഞാൽ 1 വാട്ട്. നമുക്ക് I² കണ്ടുപിടിക്കണം. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. അങ്ങനെയാണെങ്കിൽ I² ഈ 100നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ I² = 1 watt divided by 100. 1/100 = 0.01. Okay, then I = 0.1 ആംപിയർ. I² 0.01 ആണെങ്കിൽ I എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 ആയിരിക്കും. അതായത് 0.1 × 0.1 എന്ന് പറഞ്ഞാൽ 0.01 ആണ്. അപ്പോൾ I² 0.01 ആണെങ്കിൽ I എന്ന് പറഞ്ഞാൽ 0.1 ആംപിയർ. 0.1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മില്ലി ആംപിയർ വരും. 100 മില്ലി ആംപിയർ വരും. 0.1 ആംപിയർ എന്ന് പറയുന്നതും 100 മില്ലി ആംപിയർ എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം 1 ആംപിയർ എന്ന് പറയുന്നത് 1000 മില്ലി ആംപിയർ ആണ്. അത് വെച്ച് നമുക്ക് 0.1 ആംപിയറിനെ 100 മില്ലി ആംപിയറിന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു 1 വാട്ട് റെസിസ്റ്റൻസ്, ഒരു 1 വാട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ഓം ആണ്. അപ്പോൾ അതിൽ കൂടെ പാസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മില്ലി ആംപിയർ. കൺസിഡർ എ 1 watt resistance with 100 ohm resistance. Then maximum current that can flow through that resistor is 100 milliampere. Okay, now we have to discuss about the size of the resistance. Okay, the size of the resistor. ഒരു റെസിസ്റ്ററിന്റെ സൈസ് എപ്പോഴും അതിന്റെ വാട്ടേജിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, the size of the resistor is usually depends upon wattage rating. Okay, ഒരു റെസിസ്റ്ററിന്റെ സൈസ് എപ്പോഴും വാട്ടേജ് റേറ്റിംഗിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, if the wattage rating is higher, then size of the resistor is usually bigger. Okay, the size of a resistor depends on wattage rating. ഒരു റെസിസ്റ്ററിന്റെ സൈസ് അതിന്റെ വോൾട്ടേജ് റേറ്റിംഗിനെ ആശ്രയിച്ചിരിക്കും.
വോൾട്ടേജ് റേറ്റിംഗ് കൂടുതലാണെങ്കിൽ റെസിസ്റ്ററിന്റെ സൈസ് വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്ററിന്റെ സൈസ് വോൾട്ടേജ് റേറ്റിംഗിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വോൾട്ടേജ് റേറ്റിംഗ് കൂടിക്കൂടി വരികയാണെങ്കിൽ റെസിസ്റ്ററിന്റെ സൈസ് കൂടിക്കൂടി വരും. ഓക്കെ, നോക്കുക, ഒരു ക്വാർട്ടർ വാട്ട് റെസിസ്റ്റർ ചെറുതായിരിക്കും, അതിനേക്കാൾ കൂടുതൽ സൈസ് ആയിരിക്കും ഒരു 1 വാട്ടിന്റെ റെസിസ്റ്ററിന്. അപ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് കൂടുന്തോറും റെസിസ്റ്ററിന്റെ സൈസ് കൂടിക്കൂടി വരും. The size of a resistor depends on voltage rating. The size of the resistor is usually bigger if its voltage rating is higher. Voltage rating higher ആണെങ്കിൽ റെസിസ്റ്ററിന്റെ സൈസും കൂടിക്കൂടി വരും. അപ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് കൂടിക്കൂടി വരുന്തോറും റെസിസ്റ്ററിന്റെ സൈസും കൂടിക്കൂടി വരും. കാര്യം എന്താ? അപ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് കൂടുമ്പോൾ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ കൂടും. അപ്പോൾ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ കൂടുമ്പോൾ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടും. അങ്ങനെ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് സൈസ് കൂടുന്നത്. അപ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് കൂടുന്തോറും ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറിന്റെ എമൗണ്ട് കൂടും. As the voltage rating increases, the amount of power dissipates also increases. അപ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് കൂടുന്തോറും ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറിന്റെ എമൗണ്ട് കൂടും. അപ്പോൾ ആ റെസിസ്റ്ററിന് ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി റെസിസ്റ്ററിന്റെ സൈസ് കൂടും. അപ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് കൂടുന്തോറും റെസിസ്റ്ററിന്റെ സൈസ് കൂടും. കാരണം വോൾട്ടേജ് റേറ്റിംഗ് കൂടിയാൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറിന്റെ അളവ് കൂടുതലായിരിക്കും, എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി റെസിസ്റ്ററിന്റെ സൈസ് കൂടും. Now the resistance can be classified into two. They are fixed and variable. റെസിസ്റ്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിക്സ്ഡ് എന്നും വേരിയബിൾ എന്നും. Now we can classify the resistance into two. They are fixed and variable. റെസിസ്റ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും. So resistors can be classified into two. They are fixed and variable. Now we have to study about fixed resistors. ഇനി നമുക്ക് ഫിക്സഡ് റെസിസ്റ്ററിനെ പറ്റി നമുക്ക് പഠിക്കാം. Okay, fixed resistor means we cannot change the value of a resistor. ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. We cannot alter the value of the resistor. അതായത് ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, the value of fixed resistor cannot be varied, cannot be changed. It is fixed, it is constant. അപ്പോൾ ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. ദാറ്റ് ഈസ് ഫിക്സഡ്. ഓക്കെ, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. വി കനോട്ട് ഓൾട്ടർ ഇറ്റ്. അപ്പോൾ ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. അത് ഫിക്സ്ഡ് ആയിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, ദിസ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ് മേ ബി കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ്, കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് ഓർ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. നമുക്ക് ഫിക്സഡ് റെസിസ്റ്റേഴ്സിനകത്ത് പഠിക്കാനുള്ളത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ്, കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് ആൻഡ് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്ന ഫിക്സഡ് റെസിസ്റ്റേഴ്സിനകത്ത് പഠിക്കാൻ പോകുന്ന റെസിസ്റ്റർ എന്ന് പറയുന്നത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ്, കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് ആൻഡ് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. Okay, now I am signing off. Thanks for watching this video.